ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇതൊരു ആഴ്ചയുടെ തുടക്കമാണ്. ഇന്ന് 2024 സെപ്റ്റംബർ 30 ഒരു മാസത്തിൻ്റെ അവസാനം കൂടിയാണ്. നാളെ 1 മറ്റന്നാൾ മാർക്കറ്റ് അവധിയാണ്. ഇന്ന് തിങ്കളാഴ്ച മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ഡേ ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്നുള്ളത്. നിഫ്റ്റിയിൽ റാലിയാണോ കൺസോൾട്ടേഷനാണോ വരാൻ പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. 26,000 കവർ ചെയ്ത് കഴിഞ്ഞാൽ, നോർമലി ഒരു 1000 വാല്യൂസ് നിഫ്റ്റി കവർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ ഒരു സൈഡ് വൈസ് പോയിട്ട് പിന്നീട് മുമ്പ് എന്താണോ റാലി ഉണ്ടായിരുന്നത് അത് കണ്ടിന്യൂഷനാണ് ഉണ്ടാവാറ്. സോ മോസ്റ്റ് പ്രോബബ്ലി നമുക്കൊരു കൺസോൾട്ടേഷൻ വരാനുള്ളത്, അല്ലെങ്കിൽ അതിന് ശേഷമായിരിക്കും നമുക്ക് റാലി വരേണ്ടത്. എന്തായാലും നമ്മുടെ ചാർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേ നാളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 1000 പോയിൻറ്റിൻ്റെ റേഞ്ചായിരുന്നു ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആസ് പെർ അതിൻ്റെ വാല്യൂ പ്രകാരമാണെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും 26,262 എന്ന ആ വാല്യൂ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന 26,500 സോ ഇവിടെ നിന്ന് ഇനി ഒരു ഫർദർ ഒരു അപ്രാലി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് കൺസൾട്ടേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അപ്രാലി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഡയറക്റ്റും വന്നേക്കാം. അത് നമുക്കൊരു ലൈവ് മാർക്കറ്റിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. സോ ഇന്നത്തെ മാർക്കറ്റ് മോസ്റ്റ് പ്രോബബ്ലി കൺസൾട്ടേഷൻ ആണെങ്കിൽ നാളെ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെ പോകും. കാരണം 1 തീയതിക്ക് ശേഷമായിരിക്കും പിന്നീട്, അതായത് 1 നാളെയാണ്, 2 അവധി, 3 മുതലായിരിക്കും പിന്നെ നമുക്കൊരു ഫർദർ അപ്പ് മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളത്. ലൈവ് മാർക്കറ്റിൽ നോക്കാം. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആ ബ്രേക്കൗട്ടും അതിൻ്റെ ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു എക്സ്ട്രാ ടാർഗറ്റ് പ്രതീക്ഷിച്ച് അത് നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ആഴ്ച കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഇവിടെ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ വെൽസ്പൺ എൻ്റർപ്രൈസസ്, സൊമാറ്റോ, BSC, അപ്പോളോ ഹോസ്പിറ്റൽസ്, ബയോകോൺ, ലൂപ്പിൻ, ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ന്യൂസിൽ ഹൈലൈറ്റ്സ് ചെയ്ത് കണ്ടത്. ദെൻ ഗോൾഡിൻ്റെ റേറ്റ് നല്ല രീതിയിൽ കയറിപ്പോവാണ്. ബാങ്കുകളിലൊക്കെ എന്താ പറയുക, ഗോൾഡ് പ്ലെഡ്ജ് ചെയ്തവർക്ക് നല്ല അവസരമാണ്. ഒന്നുകൂടി അത് എന്താ പറയുക, ലോൺ ഒന്ന് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ ഗോൾഡ് തിരിച്ച് കിട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. കാരണം ഒരു പവൻ എന്ന് പറയുന്ന നല്ല രീതിയിൽ നല്ല എമൗണ്ട് ഇപ്പോൾ ഗോൾഡ് ലോണായിട്ട് കിട്ടുന്നുണ്ട്. ഒത്തിരി പേര് ഗോൾഡ് ലോണിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു അവസരമാണ്. എന്തായാലും ഒരിക്കലും ലോൺ എടുത്തിട്ടോ കടം വാങ്ങിച്ചിട്ടോ ഒന്നും ട്രേഡ് ചെയ്യാതിരിക്കുക. ദെൻ USD INR നോക്കുകയാണെങ്കിൽ 83.70 ഒരു $1 വിനിമയ നിരക്ക്. ഇത് കൂടി വരികയാണ്. ആദ്യം 84 രൂപ വരെ പോയിട്ട് തിരിച്ച് 83.50 താഴത്തേക്ക് വന്നിരുന്നു. വീണ്ടും തിരിച്ച് അത് വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദെൻ മറ്റ് വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു എന്താ പറയുക സമ്മിശ്ര പ്രതികരണമാണ്. കൃത്യമായിട്ട് അത് ബുള്ളിഷാണോ ബെയറിഷാണോ എന്ന് പറഞ്ഞിട്ടില്ല. ഡോ ജോൺസ് ബുള്ളിഷാണ്, അതേസമയത്ത് മറ്റ് രണ്ടും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ക്ലിയർലി ബുള്ളിഷായിട്ടാണ് ആ മാർക്കറ്റ് മൊത്തത്തിൽ ബുള്ളിഷായിട്ടാണ് പോയിരിക്കുന്നത്. അതായത് DAX ഒക്കെ 1.2% ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മറ്റ് ഇൻഡെക്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിക്കി ജപ്പാൻ്റെത് ഇവിടെ 4% ഇടിവ് രേഖപ്പെടുത്തി. അവിടെ റേറ്റ് വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ 4% കിട്ടിയാന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഇടിവ് തന്നെയാണ്, ഭീമാകാരമായ ഇടിവ് തന്നെയാണ്. ഹാങ്സങ് ചൈനയുടേത് 3% മുകളിലാണ് നിൽക്കുന്നത്. ഷങ്കായ് കമ്പോസ്റ്റ് 5% ഗ്രോത്താണ്. STI അതേപോലെ കോസ്പി, STI ഗ്രീനാണ്, കോസ്പി റെഡിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 26,354 ഇന്ന് ഓപ്പൺ ആയത് 308 45 പോയിൻറ്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഓപ്പണായ സ്ഥലത്ത് നിന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 26,312 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഓപ്പണായ സ്ഥലത്ത് നിന്നും 3 പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ 4 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും വളരെ താഴെ 42 പോയിൻറ്റ് താഴെ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ദെൻ നമ്മൾ ഇന്നത്തെ ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് ഓൺ മന്ത്, ജപ്പാൻ റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ, ചൈന NBS നോൺ മാനുഫാക്ചറിംഗ് PMI, ചൈന NBS മാനുഫാക്ചറിംഗ് PMI, ചൈന NBS മാനുഫാക്ചറിംഗ് PMI, ജർമ്മനി റീറ്റെയിൽ സെയിൽസ്, ഇറ്റലി ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ഇന്ത്യ എക്സ്റ്റേണൽ ഡെറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഡെറ്റ്. ഇതത്രയും ഡാറ്റകളാണ് ഇന്നേ ദിവസം പുറത്തു വരാനുള്ളത്. ദെൻ
റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോർത്തേൺ ആർക്ക് ക്യാപിറ്റൽ എന്ന ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. F&O ബാനിൽ ഇന്ന് ഒറ്റ സ്റ്റോക്കുകളും ഇല്ല. കാരണം മന്ത്ലി എക്സ്പയറി കഴിഞ്ഞ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1209 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ചെയ്തത്. ദെൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6886 കോടിയുടെ ബൈയിങ്ങും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5677 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 50429 കോടിയുടെ നെറ്റ് ബൈയിങ് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരേ രീതിയിലാണ് ഈ മാസം മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഇന്നലത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 26,248 ഓപ്പണായിട്ട് 73 പോയിൻറ്റ് നഷ്ടത്തിൽ 26,175 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിക്ക് 303 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സെപ്റ്റംബർ മാസത്തിൽ 842 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല. അതിൻ്റെ മുൻപത്തെ ദിവസവും അതേ രീതിയിലായിരുന്നു, പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നോർമൽ CPR ആണ് നിഫ്റ്റിയിൽ വരാൻ പോകുന്നത്. അതുപോലെ ഇന്ത്യ വിക്സ് 11.96 ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത്. കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ വളരെ ലോ വിക്സ് ആണ്, മൊമെൻറ്റം ഉണ്ടാവില്ല, പ്രോഫിറ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ ടാർഗറ്റിൽ എക്സിറ്റ് ആയി പോയിക്കൊണ്ടിരിക്കണം. വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഓപ്പണിങ്ങിലും ഗ്രാജുവലായിട്ട് മുകളിലോട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ അതങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വലിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ പോയാൽ നല്ല പ്രോഫിറ്റ് നേടാൻ പറ്റും. അല്ലാതെ സ്വിങ്ങുകളിൽ ചെറിയ ഇപ്പോൾ 5 മിനിറ്റ്സിൻ്റെ ഒരു സ്വിങ് ലോ ഹൈ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1.05 ആണ് നിഫ്റ്റിയിൽ. ക്ലിയർലി അതൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 26,500 44 ലക്ഷം ആണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത്. അതേസമയത്ത് 26,000 68 ലക്ഷം പുട്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ റൈറ്റേഴ്സ് ചിന്തിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ 502 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടം ആണ് രേഖപ്പെടുത്തിയത്. ഫിൻ നിഫ്റ്റിയിൽ 208 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. സെൻസെക്സിൽ 321 പോയിൻറ്റിൻ്റെ നഷ്ടമാണ്. മിഡ് ക്യാപ്പിൽ 51 പോയിൻറ്റിൻ്റെ മുന്നേറ്റമാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഇത്രയൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാർക്കറ്റിൽ മൊമെൻറ്റം കിട്ടിയിരുന്നു. എനിക്ക് ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഡേ ലോ നമുക്ക് ടച്ച് ചെയ്ത് കിട്ടിയിരുന്നു. പിന്നീട് പ്രീവിയസ് ഡേ ഹൈയിലാണ് മാർക്കറ്റ് അന്നേ ദിവസത്തെ ഹൈ ക്രിയേറ്റ് ചെയ്തത്. എന്തായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആണ്. ഇപ്പോൾ മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മോസ്റ്റ് പ്രോബ്ലി മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് സാധ്യത. ദെൻ ഇന്ന് ഒരു നോ ട്രേഡ് സോണായിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടത് ഈ ഒരു ഏരിയ ആണ്. അതായത് പ്രീവിയസ് ഡേ ഹൈ തൊട്ട് CPRൻ്റെ ലോ വരെയുള്ള ബോട്ടം CPR വരെയുള്ള ആ ഒരു സോണാണ് നിങ്ങൾ നോ ട്രേഡ് സോണായിട്ട് ഇതിൽ ഡിഫൈൻ ചെയ്ത് വയ്ക്കേണ്ടത്. അതായത് നമ്പേഴ്സിൽ പറയുകയാണെങ്കിൽ 13,357 മുതൽ 287 വരെയുള്ള ഏകദേശം ഒരു 70 പോയിൻറ്റിൻ്റെ ഒരു സോൺ നമുക്ക് ഇവിടെ നോ ട്രേഡ്. ഇത് മിഡ് ക്യാപ്പിലൊക്കെ ഇത്ര വലിയ ഒരു സോൺ, കാരണം അതിൻ്റെ മൊത്തം മൂവ്മെൻറ്റ് 100-110 പോയിൻ്റൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ഒരു 70 പോയിൻ്റ് അതിനെ ഒഴിവാക്കി വിടുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. ഇനി ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്ന ഈ ഒരു സോണിലാണ്. അതായത് 13,411-403 എന്ന ലെവലിലാണ് ഇവിടെ ഹയസ്റ്റ് റെസിസ്റ്റൻസ് വരാൻ പോകുന്നത്. ഇനി മാർക്കറ്റ് ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് ഇതിൻ്റെ താഴെ പോവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് 13,262 മുതൽ 242 വരെയുള്ള 49 വരെയുള്ള ഒരു 13 പോയിൻറ്റിൻ്റെ ഈ ഒരു സോണിൻ്റെ താഴോട്ട് മാർക്കറ്റ് പൊട്ടിപ്പോവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു റെയർ കേസിൽ മാർക്കറ്റ് 13,447 വരെ ഹൈ വന്നേക്കാം, ഈ സോൺ വരെ വന്നേക്കാം. ഇനി റെയർ കേസിൽ ന്യൂസിൻ്റെ ബേസിലൊക്കെ പോവുകയാണെങ്കിൽ 13,168 വരെയും മാർക്കറ്റ് ഇറങ്ങി വരികയും ചെയ്തേക്കാം. ഇത്രയാണ് ഇന്നത്തെ മിഡ് ക്യാപ്പിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.